അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. രണ്ടു വശമുണ്ട്. ഇപ്പൊ നടത്തിയിട്ടുള്ള ഒരു ഫാക്ട് ഫൈൻഡിങ് എൻക്വയറിയാണ്. ഇങ്ങനെ ഒരു സാധനം പുറത്തു പോയി എന്ന് റിപ്പോർട്ട് കിട്ടുന്നു. ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ വിചാരണ കോടതി ജഡ്ജിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. എങ്ങനെ ഇത് പുറത്തു പോയി, ഇതിൽ ഹാഷ് വാല്യൂ യഥാർത്ഥത്തിൽ മാറിയിട്ടുണ്ടോ, മാറിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണം നടക്കും. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഈ കുറ്റവാളികളായ ഒരാളും ഇതിൽ അന്വേഷണം തീരുന്നവരെ അല്ലെങ്കിൽ അവർ കുറ്റവിമുക്തരാകുന്നവരെ സർവീസിൽ തുടരാൻ പാടില്ല. അങ്ങനെ ഒരു ക്ലാർക്കിനെ വിശ്വസിച്ച് അവിടെ ഏൽപ്പിച്ചു കൊടുത്ത മജിസ്ട്രേറ്റ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യമല്ല. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ക്ലാർക്കാണ് കൊണ്ടുപോയെങ്കിൽ അയാൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. മജിസ്ട്രേറ്റ് എൻ്റെ അടുത്ത് തന്നു അയച്ചു എന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ കൊണ്ടുപോയെന്ന് വെച്ചാൽ തന്നെ എനിക്കത് കാണാൻ പാടുള്ളൂ. കാണാൻ പാടില്ലല്ലോ. ആരാണിത് യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന കാര്യം ആദ്യം പുറത്തു വരണം. ആരിത് ഏൽപ്പിച്ചു കൊടുത്തു, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു? ഇത് ഉണ്ടംപൊരിയോ ബോണ്ടയോ ഒന്നും അല്ലല്ലോ ആൾക്കാർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ. അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. ഇത് കോടതിയിൽ ഉത്തരവാദിത്തോട് ഏൽപ്പിച്ച തൊണ്ടി മുതലാണ്. അത് ചെറിയ കാര്യമല്ല. ഒരു മര്യാദ വേണ്ടേ? ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കവലയിൽ ആദ്യമാണ്.